ഫ്ലവർ പ്രിസർവേഷൻ ആണ്. റെസിനാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും, ഫ്രഷ് ഫ്ലവേഴ്സ് നമുക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് ഡ്രസ്സിന് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ചെയ്തിട്ടായിരിക്കും ഫ്ലവേഴ്സ് പ്രിസർവ് ചെയ്യുക. ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ നോർമലി സൺലൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ സിലിക്ക ജെല്ലാണ് ഇന്ന് കാണിക്കുന്നത്. സിലിക്ക ജെല്ല് ഞാനിവിടെ യൂസ് ചെയ്തത് മാജിക് സിലിക്ക ജെല്ലാണ്. ഇത് ബ്ലൂ കളർ ആയിരിക്കും ആദ്യം, അതിനുശേഷം ഡീഹൈഡ്രേഷൻ നടന്നതിന് ശേഷം അത് പിങ്ക് കളറിലോട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവർ വെച്ചതിന് ശേഷം ആദ്യം ഒരു ബേസ് ലെയർ സിലിക്ക ജെല്ല് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വെക്കുക. അതിന് മുകളിൽ വീണ്ടും അത് കവർ ചെയ്യുന്ന രീതിയിൽ സിലിക്ക ജെല്ല് വീണ്ടും വെക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പിങ്ക് കളർ ആകുമ്പോൾ നമ്മൾ ഫ്ലവർ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്ലവർ ഇത് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ആ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പിങ്ക് കളറായി അതിന് ശേഷം, അതായത് സിലിക്ക ജെല്ല് പിങ്ക് കളറായതിന് ശേഷം. അപ്പോൾ ഈ ഫ്ലവർ നന്നായിട്ട് ഡ്രൈ ചെയ്തു. നമ്മൾ ആദ്യം നമ്മൾ ഈ മോൾഡിൽ ആദ്യം ഒരു ബേസ് ലെയർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ നമ്മൾ ഫ്ലവർ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ റെസിൻ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം റെസിൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന മിക്സിംഗ് റേഷ്യോ എന്ന് വെച്ചാൽ 2:1 ആണ്. അത് നമ്മൾ ഒഴിച്ചു. ഈ മോൾഡിങ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പം ഇത് 24 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ കളറ് ഫെയ്ഡാവാതെ നമുക്ക് കിട്ടും. ഇതിൽ വന്നിട്ടുള്ള കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് പറയുന്നതായിരിക്കും കേട്ടോ അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.